പേപ്പർ ക്രാഫ്റ്റ് കുറച്ച് നഖങ്ങളും കുറച്ച് ഒരു പെട്ടിയും അത് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ അത് പഠിക്കേണ്ടവർ ലൈക്ക് ചെയ്യുക. അതിൽ ഏത് അഷ്ണനാഗമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൊട്ടയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ പേപ്പർ ആയിട്ടാണ്. അത് ഞാൻ പേപ്പർ ക്രാഫ്റ്റ്. അപ്പോൾ ഞാനത് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആദ്യം ഒരു പേപ്പർ എടുക്കാം. ഇത് നമ്മൾ ഒരു കള്ളി സ്ക്വയർ ടേബിൾ വാങ്ങിക്കുന്ന ഈ ടൈപ്പിൽ തന്നെ മതി. എന്നിട്ട് ഈ പേപ്പർ എടുക്കുക. നമ്മൾ ആദ്യം നഖം ഉണ്ടാക്കാം. എന്നിട്ട് ഈ ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പർ അങ്ങനെ രണ്ടായിട്ട് മടക്കുക. ഇങ്ങനെ മടക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഇങ്ങനെ തുറക്കട്ടെ. ഇത് ഈ രണ്ടാക്കിയ ഭാഗം തുറക്കുക. എന്നിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിപ്പോൾ ഈ പേപ്പറിൻ്റെ ഇതാ ഇങ്ങനെ ഈ ഭാഗം ഇതാ ഈ പേപ്പർ നമ്മൾ നേരത്തെ ആക്കിയ മാതിരി ഇതാ നമ്മൾ രണ്ടായിട്ട് മടക്കില്ല, അതിങ്ങനെ മടക്കി ഈ ഭാഗം ഇങ്ങനെ മടക്കുക. അതേമാതിരി ഈ ഭാഗം മടക്കണ്ട കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ഇവിടെ മടക്കുക. അപ്പോൾ ഇതേമാതിരി മസ്റ്റ് താഴ്ത്തി ആക്കാം. അപ്പോൾ നമ്മൾ ആക്കുന്നതിന് മുമ്പേ ഈ പേപ്പറിന് വെച്ചാൽ ചുളിക്കാതെ നോക്കണം. ചുളിക്കാതെ നല്ല മടക്കണം. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ മടക്കിയ മാതിരി ആക്കിയില്ലെങ്കിൽ ചെറിയ ചെറിയ വൃത്തിക്കുറവും അങ്ങനെ ആവശ്യമില്ലാത്ത നമ്മളങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതേമാതിരി ഇവിടെയും നോക്കാം. അപ്പം ഞാൻ അവിടെയും ഇവിടെയും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അല്ലേ അത് ജസ്റ്റ് ഇങ്ങനെ മടക്കുക, ഇങ്ങനെ നെക്കി കൊടുക്കുക. ഇങ്ങനെ നെക്കി കൊടുത്ത് ഇപ്പോൾ അതൊരു പൊളിച്ചായി. ഇത് പൊളിച്ചായി. അത് കഴിഞ്ഞാൽ ഇത് നഖമല്ല കേട്ടോ, പെട്ടിയാണ്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. നമ്മുടെ വീഡിയോയിൽ ശരിക്കും കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് കാണുന്നവർക്ക് ശരിക്കും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ കുളമായി. എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ആക്കിയാൽ അതിന് മുമ്പേ നമ്മൾ മടക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ മടക്കേണ്ട കാര്യം നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഞാൻ മടക്കിയ മാതിരി അപ്പം ഇങ്ങനെ മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇവിടെ ഒരു വര മാതിരി ഇത് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കുക. ഒന്ന് ചേച്ചിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വിട്ട് അങ്ങനെയുള്ള ഈ സാധനം അങ്ങനെ ആക്കും. എന്നിട്ട് ഈ വരല്ലേ ഇതിൻ്റെ ഇവിടെ കണ്ട് മുട്ടിക്കുക. അങ്ങനെ മുട്ടിച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയാലാണ് നിങ്ങൾക്ക് പെട്ടീൻ്റെ ഒരു കുളത്തുണ്ട്, ആ കുളത്ത് നേരെ കിട്ടാൻ സാധിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി ഈ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മനസ്സിലാവാത്തവരുണ്ടാവും. ഞാൻ ചിലപ്പോൾ മടക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു
വീഡിയോയിൽ ഞാൻ നല്ലപോലെ ചെയ്തുതരാം. അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കും. അങ്ങനെ ഇവിടെ ഇങ്ങനെ മുട്ടിച്ച് വെക്കാം. അതേമാതിരി അതേ സൈസിൽ തന്നെ അതേമാതിരി അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ആക്കുക. അപ്പോൾ അതാക്കിയിട്ട് വിളിക്കും. എന്നിട്ടാണ് നമ്മളെ പണി വരുന്നത്. സിമ്പിളാണെന്നല്ല, അങ്ങനെ ഒരു ചെറിയൊരു പണിയാണ്, ഇത്ര വലുതൊന്നുമല്ല. നേരത്തെ മടക്കിയില്ലെന്ന് നല്ല പണി കിട്ടിയാണ്. നമ്മളെ പേപ്പർ ആകെ ചുളിഞ്ഞു പോയാണ്. അത്രേ ഉള്ളൂ. ഹലോ, ഇങ്ങനെയായി. എന്നിട്ട് ഈ പേപ്പറിൻ്റെ ഉള്ളിൽ കയറ്റുക. അപ്പോൾ ഇത് ഏത് പേപ്പറിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് പറ്റുന്ന കാര്യമാണ്. ഇത് A4 ചെയ്ത് നല്ല രസമുണ്ടാവും. ഒരു സോപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത് മാറി തന്നെ നമ്മളിങ്ങനെ അടുപ്പിച്ചില്ലേ, അതേമാതിരി തന്നെ ഈ സൈഡിലും ഒന്നാക്കിയാൽ മതി. നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അത് അതും കൂടി കാണിക്കല്ലേ, അതും കൂടി ഒന്ന് കാണിച്ചിട്ട് വീഡിയോ ഒന്ന് പൗസാക്കിയാൽ മതി. പൗസെല്ലാം ഒഴിവാക്കിയാൽ മതി. അപ്പം ഞാൻ ഉണ്ടാക്കിയ കൊട്ട ഏതാണ്? നല്ല വെയിറ്റുള്ള കൊട്ടയാണ്. നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാം കേട്ടോ. ഞാൻ വെച്ച മതി വെയിറ്റുള്ളതാണെന്ന് നമുക്ക് കുറേ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അതേമാതിരി എത്ര വലുതാണെങ്കിലും. അപ്പോൾ ഇനി ഞാൻ നഖം കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് ഞാൻ ഇത്ര കൊട്ട ഉണ്ടാക്കിയാണ്. നല്ല വൃത്തിയിൽ ഉണ്ടാക്കി നല്ല രസം ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കേട്ടോ പാർട്ട് 2 പേപ്പർ ക്രാഫ്റ്റ് ഞാൻ നഖം ഉണ്ടാക്കാൻ പോവുകയാണ്. അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇതേമാതിരത്തെ കുറേ ബോക്സും അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല വിചാരിക്കുക. അപ്പോൾ അത് ഒന്ന് പഠിപ്പിക്കാനും ഒന്ന് പഠിപ്പിച്ച് തരാൻ ഈ കമൻറ്റിൽ ഇട്ടാൽ മതി. എന്താണ് വേണ്ടത് വെച്ചാൽ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഇട്ടാൽ, അല്ലെങ്കിൽ പാർട്ട് 2ൻ്റെ ഇട്ടാൽ മതി. അപ്പോൾ പാർട്ട് 2ൻ്റെ ഇപ്പടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതും കാണുക. അപ്പോൾ ബൈ.